റസിയത്താ റസിയത്താ ഓ റസിയത്താ വരുന്നടോ. വേഗം വാ. എന്താണ് റസിയത്താ, പരീക്കാനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്ത്? നമ്മളെ പരീക്കാനെ പോലീസ് പിടിച്ചോണ്ടുപോയി. എന്തിനി? ആ എന്തിനി? അതന്നെ അറിയാത്ത. ഈ വെറുതെ ഓരോന്നും പറയല്ലേ. എന്റെ ഇത്ത ഞാൻ വെറുതെ പറയുന്നല്ല. പീടിയിൽ വരുന്ന് പിടിക്കുന്ന കൊണ്ടുവന്ന് ജീപ്പിലിട്ട് ഒരൊറ്റ പോക്കാന്ന്. എന്തിനാന്ന് ഈ ചോദിച്ചില്ലേ? എന്ത് പോലീസുകാരോടാ? അവരെ പണിയാന്ന് പിടിച്ചോണ്ടോല്. എന്താക്കണ്ട്? മൂപ്പര് അങ്ങനത്തെ ആളൊന്നും അല്ലല്ലോ. മൂപ്പർ അങ്ങനത്തെ ആളാവണ്ട. വേറെ ആരെങ്കിലും അങ്ങനത്തെ ആളായ പോരെ? എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ പോരെ? എന്തൊക്കെ കുടുക്കിയതായിരിക്കോ? കുടുക്കി തന്നെ. ഈ ആരെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്ക്. ഞാൻ ഈ നാട്ടിൽ നിന്ന് ആരോടാ വിളിച്ചു ചോദിക്കേണ്ടത്? നിങ്ങൾ വിളിച്ചു ചോദിക്കുക. എനക്ക് അങ്ങനെ പരിചയമുണ്ടാ? അറിയില്ലെങ്കിൽ വേറെ ആരും ഇല്ല. എന്തിനായിരിക്കോ? എന്താ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ? മഹിക എന്തു പറ്റി? പരീക്കാനെ പോലീസ് പിടിച്ചോണ്ടുപോയി. ആ പോലീസാ? ആ പിടിച്ചോണ്ടുപോയി. പിടിച്ചോണ്ട് പോയെന്ന് എന്തിനാന്ന് അറിയില്ല. നീനെ പേടിക്കാതെ, ചിലപ്പോ വല്ല യൂണിഫോം പുതിയത് തയ്ക്കാനോ എന്തെങ്കിലും ആയിരിക്കില്ലേ? യൂണിഫോം തയ്ക്കാൻ അതൊക്കെ എന്നെ കൊണ്ടോട്ടെ? കുടുക്കാരി ഒക്കെ ഇപ്പൊ എന്താ വേണ്ട? ഞാൻ പോയിട്ട് ചോദിക്കണോ? അയ്യോ, ഏട്ടനാണെങ്കി ഇവിടെ ഇല്ല. ഒരു കാര്യം ചെയ്യാം. ദൊരേണ്ണ, അണ്ണാ ഒന്നിങ്ങോട്ട് വന്നേ. അണ്ണാ, ഇക്കേനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന്. എന്താന്നൊന്നും അറിയില്ല. ഓ കണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കും. കടയിന്ന് പിടിച്ചോണ്ട് പോയിന്നാ ഓൻ പറയണേ. തപ്പൊന്നും പണ്ട ആളില്ലേ? ആരും പാക്കില്ലേ നീ? ആരെ പാക്കട്ടെ? പോലീസ് എന്റെ കണ്ണോണ്ട് ഞാൻ കണ്ടത്. சொன்னியா? ജോസൂട്ടിയോട് ഞാൻ ചൊല്ലിട്ടാ? എന്റെ ഇത്താണോ ഞാൻ ചൊല്ലിയത്? ഒന്നും ഭയപ്പെടാതെ, ഒന്നും എടുക്കാതെ ഞാൻ ജോസൂട്ടിനെയും വാസാളിനെയും பார்த்துட்டு என்ன வேணும்னு செய்யறேன். நீ அங்க இருந்துக்கோ. நீ வா, சீக்கிரமா. നമുക്കൊന്ന് പോയി അന്വേഷിക്കാൻ. എനിക്കൊരു സമാധാനം ഇല്ല. നമ്മളിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താ? എന്താണ്? നമുക്ക് നാളെ ഒരു ഡോക്ടറിനെ കാണാൻ പോയാലോ? എന്തിനാ ഇപ്പോൾ ഡോക്ടറെ കാണണം? അവിടെ പാർലറിൽ വരുന്നവർക്കൊക്കെ വിശേഷമായില്ലേ, കുട്ടികളായില്ലേ എന്നൊക്കെ ചോദിക്കാനേ സമയമുള്ളൂ. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ആളുകൾ പറയണ കേൾക്കണ്ട. പിന്നെ അവർ ചോദിക്കുമ്പം വിഷമം വരില്ലേ? വിഷമം തന്നെ എന്തിനാണ്? അതൊക്കെ ദൈവം നിശ്ചയിച്ച സമയത്ത് വരും, തരും. അതിന് ആളുകളെ ബോധിപ്പിക്കണ എന്തിനാണത്? കുട്ടികളില്ലാത്തതിന് ഇച്ചേനെ വിഷമമൊന്നുമില്ലേ? എടി ജെസി, നിന്റെ ധാരണ എനിക്കതിന് പ്രയാസവും വിഷമവും ആഗ്രഹവും ഒന്നുമില്ല എന്നാണ്. ഞാനിതൊക്കെ മറക്കാനാണ് ഈ തക്കിട തരികിടയൊക്കെ പറഞ്ഞ് കൂട്ടും കൂടി ഇങ്ങനെ നടക്കണം. എനിക്കും നല്ല പ്രയാസമുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്കത് കാണിച്ച് നടക്കാൻ പറ്റുമോ? വ്യസനിച്ച് വീട്ടിലിരിക്കാൻ പറ്റുമോ? നമുക്ക് ആ വാസൂട്ടിയുടെ മൂത്തവനൊന്നും ഇവിടെ കൊണ്ട് നിർത്തിയാലോ കുറച്ച് നാള്? എന്താ നല്ല പാട്ടൊക്കെ അടിയാവൻ? മിണ്ടാതിരിച്ചായ എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോഴാണ് അപ്പം തമാശ. അതെ, അതൊക്കെ പോട്ടെ. നമുക്ക് ആ പത്മനാഭയിൽ നല്ലൊരു സിനിമ കളിക്കുന്നുണ്ട്. നമുക്ക് ഉച്ചക്ക് ഒരു പടത്തിന് പോവാം. ഞാനില്ല. എന്തേ? എനിക്ക് മൂടില്ല സിനിമ. ആ സിനിമ കാണുമ്പോൾ മൂഡ് വരും. ഇത് അതൊക്കെ കളഞ്ഞ നീ നീക്കിപ്പോ നമുക്ക് ഉച്ചകഴിഞ്ഞിട്ട് പോവാം. ഏത് സിനിമയാ? അതെന്തോ ഒരുത്തൻ്റെ പേരാണത്. അപ്പം ഞാൻ റെഡി ആവട്ടെ? റെഡിയാവുക. ആ എന്താ വാസൂട്ടി? ജോസുട്ടിയെ, ആ എടാ പരീക്കുട്ടിനെ പോലീസ് പിടിച്ചു. എന്തിന്? എനിക്കറിയില്ല. അപ്പൊ ചോദിക്കണ്ടേ എന്താണ് കേസ്? എന്താണ്? അല്ല, ഞാൻ ഇപ്പൊ അത് കണ്ടൊന്നുമില്ലേ. ഇപ്പൊ റസിയനോട് ചോദിച്ചപ്പോ അവർക്കൊന്നും അറിയില്ല എന്നാ പറയണേ. എന്താ കാര്യം എന്താന്ന് അറിഞ്ഞൂടാ. അയ്യോ, എന്റെ പിടിച്ചോണ്ട് പോയാ? പോലീസ് പിടിച്ചോണ്ട് പോയാ? പോലീസ് പിടിച്ചോണ്ട് പോയി. അയ്യോ, ഇപ്പൊ എന്താ ചെയ്യണത്? എന്തേലും ചെയ്യണ്ടേ? കാര്യമൊന്നും അറിഞ്ഞൂല. എന്താ സംഭവം ഒന്നും അറിഞ്ഞൂടാ. അതെ ജോസുട്ടിയെ, എടാ എന്തെങ്കിലും സംഭവം പെട്ടെന്ന് ചെയ്യ്. നമുക്കൊരു പണി ചെയ്താലാ? നമ്മുടെ മറ്റേ സുഗുണൻ ചേട്ടനല്ലേ? സുഗുണൻ ചേട്ടൻ, മറ്റേ പുഷ്പ കൺസ്ട്രക്ഷൻസിന്റെ സുഗുണൻ ചേട്ടൻ, അയാളുടെ വീട്ടിലാണ് ഇപ്പോഴത്തെ പുതിയ SI വാടകയ്ക്ക് താമസിക്കുന്നത്. അയാളുടെ വീട്ടിലോ? മറ്റേ സരോവരം. സരോവരത്തിലാണ് പുള്ളി താമസിക്കണ. നമുക്ക് സുഗുണൻ ചേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് SIനെ വിളിപ്പിച്ചിട്ട് ഒന്ന് സ്റ്റേഷൻ വരെ ചെല്ലാം. വലിയ കേസൊന്നും ആയിരിക്കൂല. ആരെങ്കിലും അണ്ടർവെയർ അടിച്ച് തെറ്റിച്ചിട്ടുണ്ടാവും. അവനാകെ പേടിച്ച് വരണിട്ടുണ്ടാവും. അല്ലാതെ പുള്ളി എന്ത് കേസ് ചെയ്യാനാണ്? അന്നൊരു പണി ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം.
കേട്ടോ. എവിടേക്ക് വരും? ഞാൻ എവിടെ വരണം? നീ ഒരു കാര്യം ചെയ്യ്, നീ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങും, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി എന്നാ. ഓക്കെ. ജെസ്സിയായി, ജെസ്സി റെഡിയായല്ലേ? സിനിമക്ക് നമുക്ക് നാളെ പോവാതെ. നമ്മുടെ പരീക്കാനെ പോലീസ് കൊണ്ടുപോയിരുന്നു. ഏത് നമ്മുടെ പരിധിക്കാ? എന്തിനാന്നറിയാൻ പറ്റില്ല, പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോയിന്ന് പറഞ്ഞു. അപ്പൊ വാസൂട്ടിയപ്പോ വിളിച്ചത്. ഞാൻ അവിടത്തോളം ചെന്നിട്ട് പറ്റേ. പരിധിക്ക് അങ്ങനെ പ്രശ്നത്തിനൊന്നും പോവാത്താണല്ലോ. എനിക്കറിയാൻ പാടില്ല എന്താ കേസ് എന്ന് പറഞ്ഞൂടെ. ഞാനൊന്ന് ചെന്നിട്ട് പറ്റേ കേട്ടാ. സുണ ചേട്ടാ ഇതാരെ ജ്യൂസ് കുട്ടിയോ? നമസ്കാരം. അതെ, ഒരു പ്രശ്നമുണ്ട്. ഒരു ചെറിയൊരു സഹായം ചെയ്യണം. പറയൂ, എന്തൊരു സഹായം? നമ്മുടെ പരീക്കുട്ടി ഉണ്ടല്ലോ, അവനെന്ത് പരീക്കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എപ്പോ? എപ്പോഴാ കൃത്യ സമയമൊന്നും അറിയില്ല, പക്ഷെ കടയിൽ വന്നിട്ടാണ് കൊണ്ടുപോയത്. എന്തോ വാറണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് ജീപ്പി കയറ്റി കൊണ്ടുപോയി. പുള്ളി അങ്ങനെ ഒന്നും ചെയ്യണ ആളല്ല. എന്താ കാര്യമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ സൂണഞ്ചാരന് SI ആയിട്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞ്. പരിചയമുണ്ട്. അല്ല, സരോവരത്തിൽ അവിടെ താമസം എന്നൊക്കെ പറഞ്ഞു ജോസൂട്ടി. സരോവരത്തിൽ പിന്നെ അപ്പൊ ഒന്ന് വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇറക്കി കൊണ്ടുവരണം. അല്ല, നല്ല പരിചയമല്ലേ? പരിചയം കൊണ്ടുപോകും, നല്ല പരിചയമാണ്. ഞങ്ങളാണ് ഈ ചക്കര പോലെയല്ലേ. ഒന്ന് വിളിക്കുമെന്ന് SI. ഞാൻ വിളിക്കാം, പക്ഷെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിക്കരുതെന്നാണ് SI പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ വിളിക്കും. ഇതുപോലെ ഓരോരുത്തർ ഓരോ ആവശ്യമായി എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് വിളിക്കാൻ പറ്റൂല, ഞാൻ വിളിക്കും. ഒരു മിനിറ്റ്. പുഷ്പേ, പിന്നെ നമ്മുടെ പരീത് കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെ എനിക്കറിയാവുന്ന ആളല്ലേ. അവനാളൊരു പാവമാണ്. അവനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം. ഞാൻ SI ഒന്ന് വിളിച്ചിട്ട്. മതി, ആൾക്കാർ കേൾക്കും. ഇല്ല, ഞാൻ വിളിക്കുന്നില്ല. ശരി, പുഷ്പയ്ക്ക് താല്പര്യമില്ല. സുണചേട്ടാ അങ്ങനെ പറയരുത്. പരീക്കുട്ടിയുടെ കാര്യമായതുകൊണ്ടാണ്. ഒന്ന് SIനെ വിളിക്കുക. കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. അവൻ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ SI വിളിക്കാം, പക്ഷെ പുഷ്പ അറിയരുത്. ഇല്ല. നീ കാണുമ്പോ പറയുന്നു. ഞാൻ കാണാറൊന്നുമില്ല. ഹലോ SI സാറേ, ഞാൻ സുഗുണനാണ്. എന്നെ മനസ്സിലായില്ലേ? സുഗുണൻ, പുഷ്പയുടെ ഭർത്താവ്, സരോവരത്തിന് ഓണർ. നിങ്ങള് പരീത് കുട്ടിയുടെ ആളെ അറസ്റ്റ് ചെയ്യും ഞാൻ അറിഞ്ഞു. അയാളെ എനിക്ക് അറിയാവുന്ന ആളാണ്. അയാൾ പാവാണ്. അയാളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ വിട്ടേക്കണം. എന്താ, വിടില്ലേ? ഞാൻ പുഷ്പയുടെ ഭർത്താവ് സുഗുണൻ. എന്താ, വിടില്ലേ? വിടാ. ഓക്കെ, വിടാന്ന് പറഞ്ഞല്ലേ? അത്ര പെട്ടെന്ന് വിടാന്ന് പറ്റുന്നില്ല. കേസ് വളരെ ഗൗരവമേറിയ കേസാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വിടാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ സ്റ്റേഷനിലോട്ട് ചെന്നാൽ മതി. പുഷ്പയുടെ ഭർത്താവ് സുഗുണൻ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ മതി. സ്റ്റേഷനിലോട്ട് ചെല്ലട്ടെ? നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ, കൂടെ ഞാനില്ലേ. എന്തെങ്കിലും വന്ന് ഒന്നും കൂടി ഒന്ന് ഇടപെടണേ. അത് ഞാൻ ഇടപെടാം. നിങ്ങൾ ധൈര്യമായിട്ട് ചെല്ലേ. ശരി. സാറേ നമസ്കാരം. എന്റെ പേര് വാസൂട്ടി, ഇത് ജോസൂട്ടി. ഞങ്ങളുടെ ഒരു കൂട്ടുകാരനെ ഇവിടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു സാറേ. പരീക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. പരീക്കുട്ടിയോ? എളാത്തുണ്ടല്ലോ. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എൻ്റെ പേരിൽ എന്തോ ചാർജ് ഉണ്ടല്ലോ. സീരിയസ് ആണ്. സീരിയസ് അതിന് മാത്രമുള്ള ഒരു കുഴപ്പമുള്ള ഒരാളല്ല അയാള്. പക്ഷെ അത് അങ്ങനല്ല. പേരിൽ സീരിയസ്. ഞങ്ങളാ സുഗുണൻ സാറ് പറഞ്ഞിട്ടാ വന്നത്. ഏത് സുഗുണൻ സാറ്? പുഷ്പയുടെ ഹസ്ബൻഡ് ഇല്ലേ? ഓ, പുഷ്പയുടെ. പുള്ളി പറഞ്ഞ ചെല്ല് സാറിനോട് സംസാരിച്ചിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ SI യോടായിരിക്കും സംസാരിച്ചത്. SI യോടാണ് സംസാരിച്ചത്. സാർ വിഷയമില്ല.
സാർ ഇവിടെ ഇല്ലേ? സാറ് നാളെ 10 മണിക്ക് വരും. അയ്യോ അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ പുള്ളിയായിട്ട് പോയിട്ട് നാളെ 10 മണിക്ക് കൊണ്ടുവരാം സാർ. ഒന്നും പറ്റില്ല. ആ അത് എവിടെ ന്യായം? എവിടുത്തെ ന്യായം? അല്ല സാറേ, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കാണുന്നതിന് വിരോധമൊന്നുമില്ല. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമോ? ഓക്കെ. രാഹുൽ, ഇവരെ ആ പരിക്കുട്ടി ഒന്ന് കാണിച്ചു കൊടുത്തേ. ആഹാരമോ വെള്ളം എന്താ വാങ്ങിച്ചു കൊടുത്തോട്ടെ.